ഫ്രണ്ട്സ്, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ചും അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്രോൺസ് തുടങ്ങിയ കോൺസെപ്റ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ്, ഡ്രോബാക്ക്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് പറ്റിയില്ല. അതിനുശേഷമാണ് നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് ഒരു ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തത്, ബോർസ് മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നീൽസ് ബോറിനെ ആറ്റം മോഡൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത സയൻസിൽ ഉണ്ടായ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്, ന്യൂ അപ്രോച്ചസ്, പുതിയ സമീപനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഡെവലപ്മെന്റ്സ് ലീഡിങ് ടു ബോർസ് ആറ്റം മോഡൽ. ഫസ്റ്റ് ഡെവലപ്മെന്റ്, dual character of electromagnetic radiation, and second one is experimental results obtained from atomic spectra. അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്ലീസ് ലിസൺ. The studies of interaction of radiation with matter provide more information about the structure of atom and molecules. അതായത് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് തന്നു. ഓക്കെ, അപ്പോൾ ദെൻ അതിൽ നമുക്ക് നോക്കാം ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്. ഡ്യുവൽ ക്യാരക്ടർ, ദാറ്റ് മീൻസ് രണ്ട് സ്വഭാവങ്ങൾ, ദ്വൈത സ്വഭാവം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ, വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയേഷൻ is called a dual character of electromagnetic radiation. So dual character of electromagnetic radiation means what? Wave-like and particle-like. Wave-like and particle-like properties of radiation is called dual character of electromagnetic radiation. Yes. അപ്പോൾ നമുക്ക് നോക്കാം ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. പ്ലീസ് ലിസൺ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. പ്ലീസ് ലിസൺ. In 1856, a famous scientist, James Clerk Maxwell, proposed that light and other forms of radiation propagate through space in the form of wave. These waves associated with electric field and magnetic field. Hence, these waves are called electromagnetic waves or electromagnetic radiation. 1856 ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്, പ്രകാശവും ലൈറ്റിനെ പോലുള്ള റേഡിയേഷനും വികിരണങ്ങളും സ്പേസിൽ കൂടി സഞ്ചരിക്കുന്നത് വേവിൻ്റെ രൂപത്തിലാണ്, തരംഗത്തിൻ്റെ രൂപത്തിലാണ്. ഈ വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതുകൊണ്ട് ഈ വേവ്സിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. Then, what are the characteristics of electromagnetic waves or electromagnetic radiations? നമുക്ക് നോക്കാം. Please listen. The characteristics of
electromagnetic waves or electromagnetic radiation. Number 1 already ഞാൻ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് തന്നെയാണ്. Okay, these are associated with electric field and magnetic field. Electromagnetic waves are associated with electric field and magnetic field. Electric field and magnetic field. Number 2, these waves do not require medium for its propagation. ഈ വേവ്സിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. Okay, then number 3, all electromagnetic waves travel with a speed of 3 into 10 raised to 8 meter per second in vacuum. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെയും വെലോസിറ്റി വേക്വം ശൂന്യതയിൽ കൂടിയുള്ള വെലോസിറ്റി സെയിം ആണ്. ഓക്കെ, അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 3 into 10 raised to 8 meter per second ആണ്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the electromagnetic waves or electromagnetic radiations. Then these electromagnetic waves, okay, possess wavelength, frequency, amplitude, wave number and velocity. അപ്പോൾ നമുക്കറിയാം ഒരു വേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേവിന്, ഇത് ഒരു വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്, സഞ്ചാര ദിശയാണ്. അപ്പൊ ഇതിന്റെ ഈ അപ്വേർഡ് പോർഷനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശൃംഗം അല്ലെ. ഡൗൺവേർഡ് പോർഷനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നു, ഗർത്തം. അപ്പൊ ഒരു വേവിന് വേവ് ലെങ്ത് ഉണ്ട്, തരംഗ ദൈർഘ്യമുണ്ട്. വേവ് ലെങ്ത് സിമ്പൽ ലാംഡ, LAMBDA, ലാംഡ. അപ്പൊ എന്താ വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two adjacent, two neighboring crusts or troughs of a wave. ഒരു വേവിന്റെ അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ട്രഫുകൾ, ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമാണല്ലോ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് പ്രധാനമായും ആംസ്ട്രം ആണ്. AMSTUR. ആംസ്ട്രം is symbol is A0. 1 ആംസ്ട്രം is equal to 10 raised to minus 10 meter ആണ്. അതുപോലെ 1 നാനോമീറ്റർ is equal to 10 raised to minus 9 meter ആണ്. 1 picometer is equal to 10 raised to minus 12 meter ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. വേവ് ലെങ്ത് ഫ്രീക്വൻസിക്ക് വിപരീത അനുപാതത്തിലാണ്. അതായത് ഒരു വേവിന്റെ വേവ് ലെങ്ത് കൂടുന്തോറും ഫ്രീക്വൻസി കുറയുന്നു. യെസ്. നെക്സ്റ്റ് നമ്പർ 2, ഫ്രീക്വൻസി ഓഫ് എ വേവ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഫ്രീക്വൻസി സിമ്പൽ ന്യൂ. ഇത് ഇങ്ങനെ വായിക്കുക, ന്യൂ എന്ന വായിക്കുക. ഓക്കെ, ന്യൂ. വാട്ട് ഈസ് meant by frequency? Frequency is the number of waves passes through a particular point in 1 second. ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേവ്സിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. 1 hertz HZ is equal to 1 CPS, 1 cycle per second. 1 CPS ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഓക്കെ, അടുത്തത് നമ്പർ 3 വേവ് നമ്പർ ആണ്.
ഓക്കെ, വേവ് നമ്പറിന്റെ സിമ്പിൾ ന്യൂ ബാർ ആണ്. വാട്ട് ഇസ് മീൻ ബൈ വേവ് നമ്പർ ഓഫ് എ വേവ്? വേവ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള വേവ് ലെങ്ത്തുകളുടെ എണ്ണമാണ് വേവ് നമ്പർ. ആൻഡ് വേവ് നമ്പർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ. യെസ്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ്. Amplitude of a wave. What is meant by amplitude of a wave? Amplitude is the height of a crest or depth of a trough of a wave. ക്രസ്റ്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ട്രഫിന്റെ ഡെപ്ത്, ആഴം, അതാണ് ആംപ്ലിറ്റ്യൂഡ്. Amplitude of a wave determines intensity of wave. ഒരു വേവിന്റെ, ഒരു റേഡിയേഷന്റെ ഇന്റൻസിറ്റി, തീവ്രത തീരുമാനിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. When amplitude of a wave increases, intensity of radiation also increases. ഓക്കെ, ഒരു റേഡിയേഷന്റെ, ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്തോറും ആ റേഡിയേഷന്റെ തീവ്രത കൂടുന്നു. യെസ്. Then next, fifth one is velocity. വെലോസിറ്റി, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വെലോസിറ്റി നമുക്ക് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം വെലോസിറ്റി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ വേവ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. അപ്പോ നമുക്കറിയാം എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെയും വെലോസിറ്റി 3 into 10⁸ meter per second ആണ് in vacuum. Yes. Then ഇനി നമുക്കിവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അവയുടെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ആ കൂട്ടത്തെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. Okay, electromagnetic spectrum means what? The arrangement of electromagnetic radiations in the increasing order of the wavelength. അപ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് കോസ്മിക് റേസ് ആണ്. പിന്നെ ഗാമാ റേസ് കഴിഞ്ഞാൽ എക്സ് റേസ്, അത് കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, പിന്നെ വിസിബിൾ ലൈറ്റ് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, വിസിബിൾ ലൈറ്റ്, then infrared. ഓക്കെ, അത് കഴിഞ്ഞാൽ മൈക്രോവേവ്സ്, then റേഡിയോ വേവ്സ്. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. That means the arrangement of electromagnetic radiation in the increasing order of the wavelength. ഇനി നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വെലോസിറ്റിയെ സി കൊണ്ടും ഫ്രീക്വൻസിയെ ന്യൂ കൊണ്ടും വേവ് ലെങ്തിനെ ലാംഡ കൊണ്ടും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് C is equal to nu lambda. Very important equation. The velocity of electromagnetic radiation, C is equal to frequency nu into wavelength lambda. Yes. Then ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഡ്വൽ നേച്ചർ ഉണ്ട് എന്ന കാര്യം പറഞ്ഞ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഡ്വൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് electromagnetic radiation behaves like particles as well as waves.
Okay. അപ്പോൾ dual nature of electromagnetic radiation means what? The particle-like and wave-like properties of electromagnetic radiation is called dual nature of electromagnetic radiation. അപ്പോൾ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ലൈറ്റിനപ്പോ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് അല്ലെ. ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ. അതുപോലെ ലൈറ്റിന്റെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ലൈറ്റിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും. ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ്. ഓക്കെ. അപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. Mention the properties of light which can be explained its particle nature. അപ്പോൾ the answer photoelectric effect and black body radiation. അതുപോലെ വേവ് നേച്ചർ, ലൈറ്റിന്റെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും. അപ്പോൾ നമുക്ക് ഇവിടെ കാര്യമായിട്ട് ആവശ്യം ഈ ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും ഒക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ എയിം ബോർസ് ആറ്റം മോഡലാണ്. ഇപ്പോൾ ബോർസ് ആറ്റം മോഡലിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീൽസ് ബോറിനെ ആറ്റം മോഡൽ ഉണ്ടാക്കാൻ സഹായിച്ച ഒരു ഡെവലപ്മെന്റ് ആണല്ലോ ഈ ഡ്വൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. ഇപ്പോൾ ഡ്വൽ നേച്ചർ ഓഫ് റേഡിയേഷനും ആറ്റോമിക് സ്പെക്ട്രം എന്ന കോൺസെപ്റ്റും പറഞ്ഞാൽ മാത്രമേ എനിക്ക് ബോർസ് ആറ്റം മോഡലിനെ കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡ്വൽ നേച്ചറിൽ നമുക്ക് ആവശ്യമുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. കാര്യമായിട്ട് ആവശ്യം നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.